സൂപ്പർ മാരിയോ ഗാലക്സി മൂവി ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഈ മൂവി. ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സിനിമ സ്റ്റാർട്ട് ചെയ്ത് എൻഡിങ് വരെ കണ്ണ് ചിമ്മാണ്ട് നോക്കിയിരിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ അത്രയും വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു ഈ മൂവി. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് നല്ല വൈബ്രൻറ്റ് കളേഴ്സ് നിറച്ച് വെച്ചിരിക്കുകയാണ് സ്ക്രീനിൽ. നമുക്ക് ഒരു സെക്കൻഡ് പോലും ബോറടിക്കില്ല. കാരണം അത്രയും സ്ക്രീൻ സ്പേസ് ആണ് ഈ മൂവിയിലെ സകല ക്യാരക്ടേഴ്സും കൂടി അടിച്ചെടുത്തിരിക്കുന്നത്. സിനിമാ ടൈറ്റിലിൻ്റെ ബേസിലെ മാരിയോ ആണ് ഇതിലത്തെ ലീഡ് ക്യാരക്ടർ എന്ന് നമുക്ക് തോന്നുമെങ്കിലും പടത്തിലെ സകല കയ്യടി നേടിയിരിക്കുന്നത് പീച്ച് എന്ന പ്രിൻസസ് ആണ്. മൂവി തുടങ്ങി പകുതിയൊക്കെ ആകുമ്പോഴേക്കും പീച്ചിൻ്റെ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, എൻ്റെ പൊന്നോ. പിന്നെ ഈ പടത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം ഡിഫറെൻ്റ് ആയിട്ടുള്ള പലതരം യൂണിവേഴ്സുകൾ കാണിക്കുന്നുണ്ട്. അതായത് ചെറിയ ഒരു ടൈം സ്പേസ് വെച്ചിട്ട് മൂന്നോ നാലോ മറ്റോ ആക്ഷൻ സീക്വൻസിൽ വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചെറിയ കോമഡികൾ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മാരിയോൻ്റെ ഇൻട്രോ ഒക്കെ സൂപ്പറായിരുന്നു. പിന്നെ ലൂജി ആയാലും പിന്നെ ഇതിൽ ഭയങ്കര ഒരു കോമഡി ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം ഈ മാരിയോയും ലൂജിയും ഒരു ബേബീസായിട്ട് മാറുന്നുണ്ട് ഒരു എൻഡിലെത്തുമ്പോൾ. അത് നമ്മുടെ ജൂനിയർ ബോൺസ് ചെയ്യുന്ന പണിയാണ്. അപ്പോൾ ഇവർ ബേബീസായിട്ട് മാറിയിട്ട് ഇവർ കുറേ ഭയങ്കര കുഞ്ഞ ബേബീസാണ്. എന്നിട്ട് ഇവർ പോയിട്ട് കുറേ കുസൃതികളൊക്കെ കാണിക്കുന്നുണ്ട്. ഇവരൊരു ഡൈനോസറിൻ്റെ യൂണിവേഴ്സിലെത്തും. അപ്പോൾ ആ ഡൈനോസറിൻ്റെ യൂണിവേഴ്സിലെത്തിയിട്ട് ബാക്കിയുള്ളവരൊക്കെ അഡൽസ് ആണല്ലോ. അപ്പോൾ ഇവർ അയ്യോ ഇനി എന്താ ഉണ്ടാവാൻ നോക്കുന്ന സമയത്ത് ബേബീസിനൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവർ ഓടിയ ഡൈനോസറിൻ്റെ മേത്ത് കയറുന്നതും പിന്നെ ആ ഡൈനോസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ബേബീസിനെ രക്ഷിക്കാൻ വേണ്ടി ഓടുന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കിതിലൊരു മൈനസായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ടൈമേ ഉള്ളൂ മൂവിക്ക്, വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ ഒരുപാട് ക്യാരക്ടേഴ്സ്, ഒരുപാട് കണക്ഷൻസ്, ഒരുപാട് സ്റ്റോറീസ്, ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതിനെല്ലാത്തിനും കൂടെ ഒന്നിച്ച് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് ഓരോ ഇമോഷണൽ ബോണ്ട് ഉണ്ടല്ലോ, അത് എനിക്ക് അവിടെ ഇവിടെ മിസ്സായതായിട്ട് തോന്നിയിട്ടുണ്ട്.